ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടൊരു ഡ്രൈ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 2 ഏലക്കായ, 3-4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 1 ടീസ്പൂൺ സാദാ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 2-3 ചുമന്ന മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഒരു 3 എണ്ണം വെച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. നന്നായിട്ട് വറുത്ത് വിട്ടതിന് ശേഷം നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. അടുത്തതായിട്ട് ഒരു 12 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 സവാളയും കൂടി ഒന്ന് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ചോപ്പിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ സവാള എപ്പോഴും ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി ഇത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് ആ കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പൊടിക്കുന്ന സമയത്ത് നിങ്ങൾ കശ്മീരി മുളക് ചേർത്താണെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കനം കുറച്ചിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞാലും മതിയാവും. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാല കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിയുന്ന പാകത്തിൽ വേണം നമുക്കിതൊന്ന് അടപ്പ് മാറ്റി നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 650 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്തിട്ട്, നിർബന്ധമൊന്നും ഇല്ല മാരിനേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായാലും ചിക്കനിലെ വെള്ളം ഇറങ്ങി വന്നോളൂ. അതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഒന്നുകൂടി തുറന്നിട്ട്, ഇപ്പോൾ വെള്ളം ചെറുതായിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു വെള്ളം വറ്റിച്ചെടുക്കണം. ഡ്രൈ ആയിട്ടാണ് നമുക്ക് വേണ്ടതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഒന്നുകൂടി ഞാൻ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് ഇളക്കുന്നതായിരിക്കും നല്ലത്. 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി അവസാനം ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫൈനലി കുറച്ച് നെയ്യും അതിൻ്റെ കൂടെയാണ് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് തീർത്തും ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഡ്രൈ റെസിപ്പി. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ ഒക്കെ
കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഡെഫിനറ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.